ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തേക്ക് അവർക്കും സ്വാഗതം. 2024 പുതുവർഷത്തിൽ ഇടവൻ രാശിക്കാർക്കുള്ള ഫലമാണ് പറയുന്നത്. ഇടവൻ രാശിക്കാർക്ക് കാർത്തികയുടെ അവസാനത്തെ മുക്കാൽ ഭാഗവും രോഹിണിയും മകീരത്തിൻ്റെ ആദ്യത്തെ പകുതി ഭാഗവും ചേരുന്ന ഇടവൻ രാശി അല്ലെങ്കിൽ ഇടവക്കൂറുകാർക്ക് 5ാം ഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കേതു, 7ാം ഭാവത്തിൽ ശുക്രൻ ബുധൻ, 8ാം ഭാവത്തിൽ സൂര്യൻ ചൊവ്വ, 10ാം ഭാവത്തിൽ ശനി, 11ൽ രാഹു, 12ൽ ഗുരു. വളരെ ഒരു ദോഷകരമായിട്ടുള്ളൊരു മാസമാണ് ജനുവരി മാസം. ഈ ജനുവരി മാസം എന്ന് പറയുന്നത് എന്ത് കാരണം കൊണ്ടാണ് ദോഷകരം എന്ന് വെച്ചാൽ ഈ ഇടവൻ രാശിക്കാർക്ക് എപ്പോഴും ഈ ജനുവരി മാസത്തിന് അനുകൂലം, അതായത് വർഷത്തിൻ്റെ അവസ്ഥ ആദ്യഘട്ടം കുറച്ച് പ്രശ്നങ്ങളുള്ള ഒരു മാസം തന്നെയാണ് എല്ലാ വർഷവും എന്ന് തന്നെ പറയാം. ഉദ്ദിഷ്ട കാര്യങ്ങളൊന്നും നടക്കില്ല എന്നുള്ളത് മാത്രമല്ല, മനപ്രയാസങ്ങൾ കുറച്ച് കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മനസ്സ് വൃഥ എന്തിനെയോ പറ്റിയിട്ട് ആലോചിക്കുന്ന ഒരു ചിന്താഗതിയും നമ്മൾ ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതുമായിട്ടുള്ള ദോഷങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതയും ഒരുപാട് പാഴ്ചെലവുകൾ വന്നു ചേരുവാനും ആശുപത്രി വാസങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതയും സ്ത്രീകൾ മൂലം വാക്ക് തർക്കങ്ങൾ വരുവാനും അപമാനം വന്നു ചേരുവാനും അല്ലെങ്കിൽ സ്ത്രീകൾ മൂലം വഴക്ക് കൂടുവാനുള്ള സാധ്യതയും എല്ലാം കാണുന്നുണ്ട്. സഹായഹസ്തങ്ങൾ പൊതുവെ ഇല്ല എന്ന് തന്നെ പറയാം. സഹോദരങ്ങളായിട്ട് തർക്ക വിഷയങ്ങളിൽ വന്നു ചേരുവാനുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. അതുപോലെ നിസാര കാര്യത്തിനെല്ലാം ഫ്രണ്ട്ഷിപ്പുകാരുമായിട്ട് ഇടഞ്ഞു വരുവാനുള്ള സാധ്യതയും കുടുംബത്തിൽ കലഹങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയും തീർച്ചയായിട്ടും കാണുന്നുണ്ട്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു മാസം തന്നെയാണ് ഇടവൻ രാശിക്കാർക്ക് ജനുവരി മാസത്തിൽ. തൊഴിൽ സംബന്ധമായിട്ട് വളരെ ശ്രദ്ധിക്കണം. തൊഴിൽ പാഴ്ച പറ്റുകയാണോ, തൊഴിൽ നഷ്ടപ്പെടും എന്നതിൽ യാതൊരുവിധ സംശയമില്ല. അതുപോലെ വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ധനവിനിയോഗം എന്ന് വെച്ചാൽ ധനം ചിലവാക്കുന്നതിൽ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. അതുകൂടാതെ തന്നെ കടം വാങ്ങിക്കൽ, കൊടുക്കൽ, ഫൈനാൻസ് സംബന്ധമായിട്ട് ഇടപെട്ട് നിൽക്കുന്ന എല്ലാവിധ മേഖലയിൽ പെട്ടിരിക്കുന്നവർക്കും വളരെ ദോഷകരമായിട്ടുള്ള സമയമാണ്. വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ വളരെ ദുഃഖം വരും. അതുപോലെ വിദ്യാർത്ഥികൾക്കും പഠനത്തിൽ വളരെ ഉഴപ്പലുണ്ടാവാനുള്ള സാധ്യതയും വിദ്യാർത്ഥികളും അധ്യാപകരും തമ്മിൽ അകൽച്ച വരുവാനുള്ള സാധ്യതയും വിദ്യാഭ്യാസ മേഖലയിൽ തന്നെ ഒരു പ്രശ്നങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതയും ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്കെല്ലാം തലവേദന പിടിച്ചിട്ടുള്ള ഒരു സമയമായി കാണുകയും സേനാധിപത്യം പോലീസുകാർക്കെല്ലാം വളരെ ബുദ്ധിമുട്ടുള്ള സമയവും അതുപോലെ തന്നെ ഒരു റിസ്ക് പിടിച്ച അന്വേഷണങ്ങളും കേസുകളും തെളിയിക്കാത്ത അങ്ങനെയുള്ള പലവിധ പ്രശ്നങ്ങളും മേലധികാരികളുടെ പ്രശ്നങ്ങളും മറ്റുള്ളതും വന്ന് ചേരുവാണ്. സേനാധിപത്യം വഹിക്കുന്നവർക്കെല്ലാം ആപത്തുകൾ വന്ന് ചേരുവാനുള്ള സാധ്യതയുണ്ട്. മൃത്യുഞ്ജയ ഹോമം തീർച്ചയായിട്ടും ചെയ്യണം എന്ന് തന്നെ പറയുന്നത്. ശിവലിംഗം, ധാര, വിളക്ക്, മാല എല്ലാ ആഴ്ചയിലും ഞായറാഴ്ച ദിവസങ്ങൾ ചെയ്തു വരിക. അത് കാരണം ദോഷവിധങ്ങൾ കുറഞ്ഞു വരുവാനുള്ള സാധ്യതയുണ്ട്. മെഡിക്കൽ സംബന്ധമായിട്ട്, അതായത് അസുഖങ്ങൾ ബാധിച്ച് ഓപ്പറേഷന് വിധേയമായിട്ട് ഓപ്പറേഷൻ ചെയ്തേ മതിയാവൂ എന്നുള്ളവരെല്ലാം കുറച്ച് തള്ളി വയ്ക്കുന്നതാണ് നല്ലത്. അഥവാ ഉടനെ വേണമെന്നുണ്ടെങ്കിൽ മൃത്യുഞ്ജയ ഹോമം നടത്തിയതിന് ശേഷം അതെല്ലാം ചെയ്യുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ ഡോക്ടേഴ്സും പെട്ടെന്നുള്ള ചില അസുഖങ്ങളെല്ലാം വന്ന് ചേരുവാനുള്ള സാധ്യതകളെല്ലാം കണ്ട് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വൻ പരാജയം തന്നെ പറയാം. അതുപോലെ തന്നെ ഗവൺമെൻറ് തലത്തിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയക്കാർക്കെല്ലാം അപമാനങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകളും കൂടുതലായിട്ട് ജനുവരി മാസം സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഇതുണ്ടാകും. വിദേശ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെട്ട് ധനം പാഴ്ചൽ വന്നു ചേരുവാനുള്ള സാധ്യതയും വിദേശത്തേക്ക് പോയി അവിടെ നിന്ന് ജോലി കിട്ടാതെ വളരെ വ്യസനപ്പെട്ട് അല്ലെങ്കിൽ വേദനപ്പെട്ട് തിരിച്ചു വരേണ്ട അവസ്ഥയും കൂടി ഈ മാസത്തിൽ അവർ കാണുന്നുണ്ട്. വളരെ പരിഹാരം തീർച്ചയായും ചെയ്യണം. ഒരു പരിഹാരമല്ല, പല പരിഹാരങ്ങൾ ചെയ്യാനുണ്ട്. ശാസ്താവിന് തീർച്ചയായിട്ടും എള്ള് പായസവും നെയ് വിളക്കും തീർച്ചയായിട്ടും നടത്തണം. മഹാവിഷ്ണുവെങ്കിൽ ഒരു 2.5 മീറ്റർ പട്ടും ഒരു തുളസിമാലയും ഒരു നിവേദ്യവും, ചെറുനിവേദ്യമായാലും ശരി മഹാനിവേദ്യമായാലും ഒരു നിവേദ്യവും നടത്തുകയും അതുപോലെ തന്നെ ശിവനെങ്കിൽ എണ്ണവിളക്ക്, കൂവളമാല, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി എന്നിവയും തീർച്ചയായിട്ടും നടത്തണം. അതുപോലെ തന്നെ ഭാഗ്യ സൂക്തം എന്ന വഴിപാട് എല്ലാ ആഴ്ചയിലും മുടങ്ങാതെ ചെയ്യുകയാണെങ്കിൽ ഈ മാസത്തിൽ കഷ്ടിച്ച് രക്ഷപ്പെടാമെന്നാണ് പറയുന്നത്. നമസ്കാരം.